അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മുസ്ലിമായ ഒരാൾ നിസ്കാരത്തെ ഉപേക്ഷിക്കരുത്. അവന് നിന്ന് നിസ്കരിക്കാൻ കഴിയാതിരുന്നാൽ ഇരുന്ന് നിസ്കരിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ ഖിബിലയ്ക്ക് അഭിമുഖമായി വലതുഭാഗം ചരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ ഇടതുഭാഗം ചരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ മുഖവും കാൽപാദങ്ങളും ഖിബിലയ്ക്ക് നേരെയാക്കി മലർന്നു കിടന്ന് നിസ്കരിക്കുകയും റുക്കൂഇലേക്കും സുജൂദിലേക്കും തലകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്യണം. ഇനി അതിനും കഴിയാതെ വന്നാൽ കൺപോള കൊണ്ട് ആംഗ്യം കാണിക്കണം. അതിനും കഴിയാതെ വന്നാൽ നിസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഹൃദയത്തിൽ നടത്തണം. ഈ അവസ്ഥയിൽ ഖൗലിയായ ഫർളുകൾ ഉച്ചരിക്കാൻ കഴിയുമെങ്കിൽ അതിനെ ഉച്ചരിക്കണം. കഴിയുന്നില്ലെങ്കിൽ അവകളെ ഹൃദയത്തിൽ നടത്തണം. ബുദ്ധി നിലനിൽക്കുന്നിടത്തോളം നിസ്കാരത്തെ ഒരു മുസ്ലിമും ഉപേക്ഷിക്കരുത്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ എത്രയാണെന്ന് നോക്കാം. നിസ്കാരത്തിന് 14 ഫർളുകൾ ഉണ്ട്. 1. നിയ്യത്ത്. 2. തക്ബീറത്തുൽ ഇഹ്റാം. 3. ഫർള് നിസ്കാരം കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുക. 4. ഫാത്തിഹ ഓതുക. 5. റുക്കൂഅ്. 6. ഇഅ്തിദാല്. 7. സുജൂദ്. 8. 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തം. 9. റുക്കൂഇലും സുജൂദിലും അവകൾക്കിടയിലെ ഇരുത്തത്തിലും ഇഅ്തിദാലിലും അനക്കമടങ്ങൽ. 10. അവസാനത്തെ അത്തഹിയാത്ത്. 11. അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 12. അത്തഹിയാത്ത്, സ്വലാത്ത്, സലാം എന്നിവയ്ക്ക് വേണ്ടി ഇരിക്കൽ. 13. ആദ്യത്തെ സലാം വീട്ടൽ. 14. ഇവകളെല്ലാം ക്രമപ്രകാരം ചെയ്യൽ. ഫർളുകളിൽ തന്നെ 3 വിഭാഗമുണ്ട്. 1. ഫർളുൽ ഖൽബിയ്യ. അതിന് ഉദാഹരണം നിയ്യത്താകുന്നു. 2. ഫർളുൽ ഖൗലിയ്യ. അവകൾ തക്ബീറത്തുൽ ഇഹ്റാമും ഫാത്തിഹയും അവസാനത്തെ അത്തഹിയാത്തും അതിനുശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും ആദ്യത്തെ സലാം വീട്ടൽ എന്നിവയും ആകുന്നു. 3. ഫർളുൽ ഫിഇലിയ്യ. അവകൾ കഴിവുള്ളവർ നിൽക്കൽ, റുക്കൂഅ്, ഇഅ്തിദാല്, സുജൂദ്, അവകൾക്കിടയിലെ ഇരുത്തം, അത്തഹിയാത്തിനും സലാത്തിനും വേണ്ടി ഇരിക്കൽ, അനക്കമടങ്ങൽ, ക്രമമായി ചെയ്യൽ എന്നിവയാകുന്നു. ഖൗലിയായ ഫർളുകൾ തൻ്റെ നഫ്സിനെ കേൾപ്പിക്കൽ നിർബന്ധമാകുന്നു. ഇഅ്തിദാലും 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തവും ചെറിയ 2 ഫർളുകൾ ആകുന്നു. അവ രണ്ടിനെയും അധികം ദീർഘിപ്പിക്കരുത്. നമസ്കാരത്തെ അതിൻ്റെ ഫർളുകൾ കൃത്യമായി പ്രവർത്തിച്ച് നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.